ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനത്തെ എല്ലാവരുടെയും തീരുമാനം പോലെ നമ്മുടെ നയന എല്ലാവരാലും വെറുക്കപ്പെട്ട രീതിയിൽ ആ വീട്ടിൽ ഇങ്ങനെ ജീവിക്കുന്നു. എന്തായാലും നയനയോട് സഹായം ചോദിക്കാൻ കഴിയാത്തത് കൊണ്ട് ആദർശ് തനിയെ ചിത്രമൊക്കെ വരച്ച് ഭയങ്കര സെറ്റപ്പിൽ അങ്ങനെ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ അത് എന്താണെന്ന് പോലും അറിയാത്ത ആദർശ് നയനയെ കാണിക്കാതെ അല്ലെങ്കിൽ നയനയെ അറിയാതെ ആ ചിത്രമൊക്കെ വരച്ചെടുത്ത് ഒളിപ്പിച്ചു വെച്ചിരിക്കാം. ഈ സമയത്താണ് നമ്മുടെ നയന ആ ഒരു കാര്യത്തെപ്പറ്റി രാത്രിയിൽ ഇങ്ങനെ റൂമിലേക്ക് വന്നപ്പോഴേക്കും ആദർശ് കുളിക്കുന്നു. അപ്പോൾ ആ ശബ്ദം കേട്ടപ്പോൾ എന്തായാലും എന്താണ് ആശാൻ വരച്ചിരിക്കുന്നതെന്ന് കാണണം എന്നുള്ള രീതിയിൽ നയന ഓടിച്ചെന്ന് അവിടെയൊക്കെ നോക്കിക്കഴിഞ്ഞപ്പോൾ ആദ്യമൊന്നും കണ്ടില്ല. പിന്നെ അലമാരയൊക്കെ തുറന്ന് നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും ആ ഒരു പേപ്പർ കിട്ടി. അതെടുത്ത് നമ്മുടെ നയനെ ഇങ്ങനെ നോക്കിക്കൊണ്ട് ആസ്വദിച്ചുകൊണ്ട് നിൽക്കുക. ആ സമയത്താണ് അങ്ങോട്ടേക്ക് നമ്മുടെ ആദർശ് കടന്നു വരുന്നത്. വരുമ്പോൾ കാണുന്നത് നയൻ ഈ പേപ്പറൊക്കെ നോക്കിക്കൊണ്ട് നിൽക്കുന്നു. പിന്നെ വേഗം തന്നെ അത് തട്ടിപ്പറിച്ച് ഇങ്ങനെ മേടിച്ചിട്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിന്ന് കാണിക്കുന്നു. അപ്പോൾ എന്തൊരു ഡ്രോയിങ്, എന്ത് ഭംഗിയുള്ള ഡ്രോയിങ്, ഇത്രയും നല്ല ഡ്രോയിങ് ഒക്കെ വരയ്ക്കാൻ എവിടുന്നാണ് പറ്റിയത്, എങ്ങനെയാണ് പറ്റിയതെന്നൊക്കെ ചോദിച്ചുകൊണ്ട് നയനെ ഇങ്ങനെ കളിയാക്കി ചോദിക്കുവാണ്. നയനെ അത് ചോദിക്കുമ്പോൾ ആദർശ് ഇങ്ങനെ തുറച്ച് നോക്കിക്കൊണ്ട് അങ്ങനെ നിൽക്കുക. എന്നിട്ട് ആ പേപ്പർ തട്ടിപ്പറിച്ചുകൊണ്ട് പോയി അലമാരിയിലിരുന്ന് ഒരു ടവലെടുത്ത് തല തോർത്തുവാണ്. ആ ടവലിന് പകരം എടുത്തത് ഷർട്ട്. ആ ഷർട്ട് എടുത്ത് തല തോർത്തുമ്പോൾ ആഹാ കൊള്ളാവല്ലോ, ഇപ്പോൾ ഷർട്ടൊക്കെ വെച്ച് തല തോർത്താനും അല്ലെങ്കിൽ ദേഹം തുടയ്ക്കാനൊക്കെ പറ്റുമോ? ആയിക്കോട്ടെ നടക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നയന ഇങ്ങനെ പറഞ്ഞു. ആ നേരത്തേക്ക് ആദർശ് അത് നോക്കിയപ്പോൾ ശരിയാണ്, ഷർട്ട് അവിടെയും നയനയുടെ മുന്നിൽ ചമ്മി. ചുരുക്കം പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റൊരാളുടെ സഹായമില്ലാതെ ആദർശിന് ഇതൊന്നും ചെയ്യാൻ കഴിയില്ലെന്നുള്ള രീതിയിൽ ആദർശ് അത് അവിടെ അങ്ങനെ വരുത്തി. അങ്ങനെ അതും കേട്ടും കണ്ടു ഇവർ രണ്ടുപേരും കൂടി ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. ഇത് കഴിഞ്ഞു രാവിലെ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും നവ്യയ്ക്ക് വയറിന് സുഖമില്ലാതെ നവ്യ വൊമിറ്റിങ് തുടങ്ങി. കാരണം തലേദിവസം ആ ഒരു ഭക്ഷണമൊക്കെ കഴിച്ചിട്ട്, അതായത് ഫ്രിഡ്ജിലിരുന്ന ഭക്ഷണമാണല്ലോ എടുത്ത് കഴിച്ചത്, അത് കഴിച്ചിട്ട് വയറ് ഭയങ്കരമായിട്ട് വിഷമമായിട്ട് വൊമിറ്റിങ് തുടങ്ങി. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് മുത്തശ്ശി വന്നു കഴിഞ്ഞപ്പോൾ ഇതിങ്ങനെ വൊമിറ്റ് ചെയ്യുന്നത് കാണുമല്ലേ. ഇത് കണ്ടപ്പോൾ അയ്യോ മോൾക്ക് എന്താ പറ്റിയതെന്ന് പറഞ്ഞ് ഓടി ചെന്നു. അപ്പോഴേക്കും അറിയില്ല, മുത്തശ്ശി വയറിന് സുഖമില്ല, മുത്തശ്ശി വയറിന് വല്ലാത്ത വേദനയാണ്, മുത്തശ്ശി അത് ഛർദ്ദിക്കാൻ വരികയാണ് മുത്തശ്ശി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിന്ന് ഛർദ്ദിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും അങ്ങോട്ടേക്ക് ജലജ വരിക. ജലജ വന്നപ്പോഴേക്കും ജലജ നീ വേഗം പോയി കുറച്ച് വെള്ളം എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു. അപ്പോൾ ജലജ ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ നിന്നോടല്ലേ പറഞ്ഞത് കുറച്ച് വെള്ളം എടുത്തുകൊണ്ട് വരാൻ അന്നും പറഞ്ഞ് അമ്മ ദേഷ്യപ്പെട്ടു. വേഗം തന്നെ ജലജ വെള്ളം എടുത്തുകൊണ്ട് കൊടുത്തു. എന്നിട്ട് പിന്നെ മുത്തശ്ശി അത് നവ്യയ്ക്ക് കൊടുത്തു. മോൾക്ക് എന്താ ഈ സമയത്ത് ഇങ്ങനെ വൊമിറ്റിങ്ങും കാര്യങ്ങളൊക്കെ, ഒരു കാര്യം ചെയ്യുക, മോള് വേഗം തന്നെ ഹോസ്പിറ്റലിൽ പോകും, ഡോക്ടറെ കണ്ട് കാര്യങ്ങൾ എന്താണെന്നൊന്ന് നോക്കുക, അല്ലെങ്കിൽ ഒന്ന് പരിശോധിച്ച് നോക്കാനൊക്കെ പറഞ്ഞു. എന്നിട്ട് ജലജയോട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറഞ്ഞു. അപ്പോൾ നവ്യ പറഞ്ഞു അയ്യോ ഹോസ്പിറ്റലിലൊന്നും വേണ്ട, ഹോസ്പിറ്റലിലൊന്നും പോകേണ്ട, ഇത് ശരിയായിക്കോളും, ഇതെന്തോ ഫുഡ് കഴിച്ചപ്പോൾ അങ്ങനെ എന്തോ പറ്റിയതാ, ഞാനിതിനൊരു ഇങ്ങനെയൊക്കെ ചെയ്തോളാമെന്നും പറഞ്ഞ ഒരു ഒറ്റമൂലിയും കൂടി അങ്ങ് പറഞ്ഞു. അപ്പോൾ നിനക്ക് വിവരമില്ലേടീന്ന് ചോദിച്ചു. നീ എന്താ അസംബന്ധമൊക്കെ ഈ പറയുന്നതെന്ന് ചോദിച്ചു. ഈ സമയത്ത് അങ്ങനെ വല്ലതും കഴിക്കാൻ പറ്റുന്നതാണോ എന്നൊക്കെ ചോദിച്ച് ഭയങ്കര ഇതായിട്ട് ഇങ്ങനെ ദേഷ്യപ്പെടുക. ഈ സമയത്ത് കഴിക്കാം എന്നും പറഞ്ഞുകൊണ്ട് നവ്യ. അപ്പോൾ മുത്തശ്ശി പറഞ്ഞു മോളെ ഈ സമയത്ത് അങ്ങനെയൊന്നും കഴിക്കേണ്ട കാര്യമില്ല, അങ്ങനെയൊന്നും കഴിക്കാൻ പറ്റില്ല, മോളൊരു കാര്യം ചെയ്യുക, ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കാണാൻ പറഞ്ഞു. അങ്ങനെ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും നിർബന്ധിച്ച് ഓരോന്ന് പറഞ്ഞ് നവ്യ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന ഒരു സിറ്റുവേഷൻ വരെ കൊണ്ടുവന്ന് എത്തിച്ചു. അത് കഴിഞ്ഞിട്ട് ഒത്തിരി സമയം വൈകണ്ട, വേഗം ഒന്ന് പോകാൻ നോക്കാൻ പറഞ്ഞ് മുത്തശ്ശി അങ്ങോട്ടേക്ക് പോയി കേട്ടോ. മുത്തശ്ശി അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞപ്പോൾ ഈ ജലജ നവ്യയോട് നീ എന്താടി വലിച്ച് കയറ്റിയത്, എന്നിട്ടാണല്ലോ ഇങ്ങനെ ഇപ്പോൾ നിന്ന് ഛർദ്ദിച്ചുകൊണ്ടിരിക്കുന്നതെന്നും പറഞ്ഞുകൊണ്ട് ജലജ ഇങ്ങനെ നവ്യയോട് ദേഷ്യപ്പെടുക. അത് കഴിഞ്ഞ് ജലജ അങ്ങോട്ടേക്ക് പോയി റെഡിയാകാൻ പറഞ്ഞിട്ട്, ഇനിയിപ്പോൾ അമ്മ പറഞ്ഞ സ്ഥിതിക്ക് ഇവളെയും കൊണ്ട് പോയില്ലെങ്കിൽ അതിലും പ്രശ്നം ജലജയ്ക്ക് തന്നെയാണല്ലോ. അങ്ങനെ ആ ഒരു ഇത് കാരണം നമ്മുടെ ജലജ അങ്ങ് കയറി പോയി നവ്യ ഇങ്ങനെ നിന്ന് ആലോചിക്കുക എന്ത് ചെയ്യും ഇനി എൻ്റെ മുന്നിൽ എന്താ ഒരു മാർഗം എന്നുള്ളൊരിതിലെ. അത് കഴിഞ്ഞ് നമ്മുടെ നയന റൂമിലിരുന്ന് ഓരോന്നൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ, അതായത് ഡ്രസ്സ് അയൺ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോഴാണ് അങ്ങോട്ടേക്ക് ആദർശ് കയറി വരുന്നത്. ആദർശ് കയറി വന്ന് അലമാരി തുറന്ന് നോക്കിയപ്പോൾ അതിൽ ആദർശിൻ്റെ ഒരു ഒറ്റ ഡ്രസ്സ് പോലും ഇല്ല. മൊത്തം ഇങ്ങനെ നോക്കിയപ്പോൾ നയനയുടെ മാത്രമേ ഉള്ളൂ. അപ്പോൾ നയനയുടെ ഡ്രസ്സൊക്കെ എടുത്ത് പുറത്തേക്ക് ഇട്ടു. അപ്പോൾ ഭർത്താവ് മിണ്ടാതിരിക്കുകയാണല്ലോ, ഭർത്താവ് മിണ്ടാൻ വേണ്ടിയിട്ട് പാപം ചെയ്ത കാര്യങ്ങളാട്ടോ. അങ്ങനെ ആ ഒരു ഇതെല്ലാം ഇങ്ങനെ അവർ തമ്മിൽ പറഞ്ഞുകൊണ്ടൊക്കെ ഇരിക്കുന്നു. അതായത് എൻ്റെ ഡ്രസ്സ് എവിടെയെന്ന് ആദർശ് നേരം ആദ്യം തന്നെ ചോദിച്ചു നയനയോട്. ഡ്രസ്സ് എവിടെയെന്ന് ചോദിച്ചപ്പോൾ നയന പറഞ്ഞു ഡ്രസ്സോ ഞാൻ കണ്ടില്ലല്ലോ. നീ കണ്ടില്ലെന്നോ? നിൻ്റെ ഡ്രസ്സ് മാത്രമേ ഉള്ളല്ലോ അലമാരിയിൽ, കൂടുതൽ വിളച്ചിലെടുക്കരുതേ. എവിടെ നിൻ്റെ ഡ്രസ്സ്, എവിടെയാണ് എൻ്റെ ഡ്രസ്സ് നീ പറഞ്ഞേ പറ്റുമെന്നും പറഞ്ഞ് ആദർശ് പറഞ്ഞപ്പോൾ അയ്യോ ദേഷ്യപ്പെടല്ലേ ഞാൻ തരാം എന്നും പറഞ്ഞ് ആ ഡ്രസ്സ് എല്ലാം കൂടി ഒരു ഇതിട്ട് മൂടി വെച്ചിരിക്കുക. അത് ആ മൂടി അങ്ങ് മാറ്റി അങ്ങ് കാണിച്ചു കൊടുത്തു. ഇരിക്കുന്നു നിങ്ങളുടെ ഡ്രസ്സ്, എൻ്റെ ഡ്രസ്സൊക്കെ നീ ആരോട് ചോദിച്ചിട്ട് എടുത്തതെന്ന് ചോദിച്ചപ്പോൾ അയ്യോ ഞാൻ എടുത്തതൊന്നുമല്ല, ഞാനിതെല്ലാം അയൺ ചെയ്ത് വെക്കുകയായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ആദർശനൊന്നും പറയാനില്ല. ആദർശ് ഇങ്ങനെ ആകെ ഇതായിട്ട് ഇങ്ങനെ നിൽക്കുക. അത് കഴിഞ്ഞിട്ട് ആ പേപ്പർ വീണ്ടും തപ്പിയപ്പോൾ പേപ്പർ കിട്ടിയില്ല. പേപ്പർ നോക്കി ചെന്നപ്പോൾ എൻ്റെ ഇത് ഡിസൈൻ എവിടെയാണെന്ന് ചോദിച്ചു. അപ്പോൾ അതും എടുത്ത് നയനെ കൊടുത്തു. ഇതാണോ ആ ഡിസൈൻ എന്ന് നോക്കിക്കേ.
ആ ഡിസൈൻ്റെ എല്ലാ പോരായ്മകളും ഞാൻ നികത്തിയിട്ടുണ്ടെന്നും പറഞ്ഞുകൊണ്ടാണ് ആദർശിൻ്റെ കയ്യിലേക്ക് കൊടുക്കുന്നത്. ആദർശ് ഇങ്ങനെ നോക്കിയപ്പോൾ ശരിയാ, അതിനകത്ത് ഇപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അതെ, ഇതിൻ്റെ അകത്തെ പ്രോബ്ലംസ് റെഡിയാക്കാൻ അല്ലെങ്കിൽ ഇതൊന്ന് നേരെയാക്കാൻ എനിക്കൊരു മുക്കാൽ മണിക്കൂർ വിചാരിച്ചാൽ നടക്കുന്ന കാര്യമുള്ളൂ. അതുകൊണ്ട് തന്നെ അറിയാവുന്ന കാര്യങ്ങൾ ചെയ്താൽ പോരെ, എന്തിനാ അറിയാൻ മേലാത്ത പണികളൊക്കെ ചെയ്യുന്നത്? അറിയാവുന്ന ജോലി അറിയാവുന്നവരെ കൊണ്ട് ചെയ്യിച്ചാൽ ഇവല്ലേ പാടുമുണ്ടോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നയനി അന്നേരം ആദർശനോട് ചോദിച്ചു. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ആദർശ് അന്നേരം ഇങ്ങനെ വല്ലൂർമ്മി പിടിച്ച് അങ്ങനെ നിൽക്കുക. എന്താ, ആദർശനാണെങ്കിൽ നയനയുടെ മുന്നിൽ ചമ്മി നിൽക്കാൻ കഴിയില്ല. അതുകൊണ്ട് ആദർശ് എന്നിട്ട് അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി. ഇതേ സമയത്ത് ഈ പറയുന്ന നവ്യ കൂട്ടുകാരിയെ വിളിക്കുക. അപ്പോൾ ഇവർ ആശുപത്രിയിൽ പോകുന്ന കാര്യം പറഞ്ഞല്ലോ. അപ്പോൾ ആശുപത്രിയിൽ ചെല്ലുമ്പോൾ ഏതെങ്കിലും ഡോക്ടറാണെന്നുണ്ടെങ്കിൽ പരിശോധിച്ച് കഴിയുമ്പോൾ കൊച്ചില്ല എന്നുള്ള കാര്യം വരും. അതുകൊണ്ട് തന്നെ ആ ഒരു പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ആശാത്തി എന്ത് ചെയ്തു, കൂട്ടുകാരിയെ വിളിച്ചു. അപ്പോൾ കൂട്ടുകാരി അവിടെ അത്യാവശ്യമായിട്ട് പോകാൻ നിൽക്കുമായിരുന്നു. അപ്പോൾ ഒരു ഹെൽപ്പ് ചോദിച്ചപ്പോൾ ഞാനിതിൽ എന്ത് ഹെൽപ്പാണ് നിനക്ക് ചെയ്യേണ്ടത്, മറ്റെന്ത് കാര്യമായിരുന്നെങ്കിലും ആ ഒരു ഹെൽപ്പ് എന്നെക്കൊണ്ട് കഴിയുമായിരുന്നു, പക്ഷേ ഈ ഒരു കാര്യത്തിൽ മാത്രം എന്നോട് നീ ഇത് പറയരുതെന്ന് പറഞ്ഞു. എടി, എത്ര കാശ് വേണമെങ്കിലും കൊടുക്കാം, നീ എനിക്ക് എവിടുന്നെങ്കിലും ഒരു ഡോക്ടറെ സംഘടിപ്പിച്ച് തരാവോ എന്നിങ്ങനെ നവ്യ കൂട്ടുകാരിയോട് ചോദിച്ചപ്പോൾ, ചെയ്തു വെച്ചിരിക്കുന്നതൊന്നും പോരെ നിനക്ക്, ഇനി അടുത്ത പ്രശ്നം കൂടി നീ ഉണ്ടാക്കുകയാണോ, അതിലേക്ക് നീ എന്നെയും കൂടി വലിച്ചഴിക്കുകയാണോ, നിനക്കെന്താ വിവരമില്ലേ എന്നൊക്കെ ചോദിച്ചു. കൂട്ടുകാരി ദേഷ്യപ്പെട്ടു. എടി ഞാൻ പറയുന്നു ഒന്ന് കേൾക്കടി എന്ന് പറഞ്ഞു നവ്യ ഇങ്ങനെ പറയുന്നുണ്ട്. പക്ഷേ എവിടെ നിന്ന് അതൊന്നും കേൾക്കാൻ കൂട്ടുകാരി തയ്യാറായില്ല. ഇതുപോലെ ഒരു പണിക്ക് കൂട്ടുകാരിയെ കിട്ടുകയില്ലെന്ന് പറഞ്ഞു കൂട്ടുകാരി ഫോണങ്ങ് കട്ട് ചെയ്തു. ഈ സമയത്ത് നമ്മുടെ നവ്യ നിന്ന് ആലോചിക്കും, ഇനി എന്ത് ചെയ്യും, എങ്ങനെയാണ് ഇനിയിപ്പോൾ ഇതിനൊരു പരിഹാരം കാണുന്ന. ആശുപത്രിയിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും പൊളിയുമല്ലോ, ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്നൊക്കെ നിന്നിങ്ങനെ ആലോചിച്ച് ടെൻഷനും ഒക്കെ ആയിട്ട് ഇങ്ങനെ ആശാത്തി ഇങ്ങനെ അവിടെ നിൽക്കുക. അതേസമയം പിന്നീട് നമ്മുടെ ജാനകി അടുക്കളയിൽ നല്ല ജോലിയിലാണ്, എല്ലാവർക്കുള്ള ഫുഡ് ഉണ്ടാക്കലും കാര്യങ്ങളൊക്കെ. അപ്പോഴാണ് നയനെ അങ്ങോട്ടേക്ക് ചെല്ലുന്നത്. നയനയെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും, ഈശ്വര നയനമോള് വന്ന് നിൽക്കുകയാണല്ലോ, എനിക്കാണ് മിണ്ടാനും പറ്റില്ലല്ലോ, എന്ത് ചെയ്യും എന്നൊക്കെ വിചാരിച്ച് പാവം ഇങ്ങനെ അവിടെ നിന്ന് ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നയനമോള് അടുത്തേക്ക് വന്നു. നയന എന്നിട്ട് പറഞ്ഞു, ഈ വീട്ടിൽ എല്ലാവരേക്കാളും കൂടുതൽ എന്നോട് സ്നേഹമുള്ളത് അപ്പച്ചിക്കാണെന്ന് എനിക്കറിയാം, എന്തിനാ എന്നെ ഇങ്ങനെ വിഷമിപ്പിക്കുന്നത്, എന്നോടൊന്നും മിണ്ടിക്കൂടെ എന്നൊക്കെ ചോദിക്കുവാണ്. എല്ലാവരോടും ഞാൻ എന്ത് തെറ്റാ ചെയ്തതെന്നൊക്കെ ചോദിക്കുമ്പോഴും, എൻ്റെ ദൈവമേ എനിക്കാണെങ്കിൽ മിണ്ടാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞ് ജാനകി ഇങ്ങനെ നിൽക്കുക. അപ്പോൾ എന്താ എന്നോട് മിണ്ടാത്തത്, അമ്മ പറഞ്ഞത് കൊണ്ടാണെന്നൊക്കെ എനിക്കറിയാം, അല്ലാതെ ഒരിക്കലും എന്നോട് മിണ്ടാതിരിക്കാൻ നിങ്ങൾക്കൊന്നും കഴിയില്ലെന്നും എനിക്കറിയാം. അമ്മയുടെ നിർബന്ധപ്രകാരമാണ് മിണ്ടാതിരിക്കുന്നതെങ്കിൽ ആ പ്രശ്നം പരിഹരിക്കാൻ ഞാനൊരു വഴി പറഞ്ഞു തരാമെന്ന് നയന പറഞ്ഞപ്പോൾ പെട്ടെന്ന് ജാനകി ഇങ്ങനെ നോക്കി സന്തോഷത്തോടെ എന്ന് പറഞ്ഞ് തലയാട്ടി. അപ്പോൾ എന്ത് മാർഗമാണെന്ന് ചോദിച്ചു. എങ്ങനെ ചോദിച്ചു. അപ്പോഴേക്കും നമ്മുടെ നയന ഇങ്ങനെയൊരു പ്രശ്നമാണെന്നുണ്ടെങ്കിൽ എല്ലാവരും എന്നോട് മിണ്ടിക്കോളും എന്നും പറഞ്ഞ് വിഷയം പറഞ്ഞു കൊടുക്കുന്നു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ നയന അടുക്കളയിലേക്ക് കയറി ഈ വിഷയമൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് വേഗം തന്നെ പാചകം അങ്ങ് ആരംഭിച്ചു. ഈ സമയത്താണ് അതിൽ നമ്മുടെ ദേവയാനി വരുന്നത്. ദേവയാനി വന്നിട്ട് ജാനകിയോട് ചോദിച്ചു, ഈ നയനയെ അടുക്കളയിൽ കണ്ട്, നീ എന്താ ഇവിടെ വന്ന് നിൽക്കുന്നത്, ഇവളോട് ആരാ അടുക്കളയിൽ കയറാൻ പറഞ്ഞതെന്നൊക്കെ ചോദിച്ചു. ആ സമയത്ത് അത് പിന്നെ ഏട്ടത്തി എൻ്റെ കൈ ഒന്ന് മുറിഞ്ഞെന്ന് പറഞ്ഞു. കൈ മുറിഞ്ഞെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കാണിച്ചു കൊടുക്കും. അപ്പോൾ വലിയൊരു കെട്ടൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട്. കൈ മുറിഞ്ഞത് എങ്ങനെയാണെന്ന് ചോദിച്ചു. അപ്പോൾ പച്ചക്കറി അരിഞ്ഞപ്പോൾ മുറിഞ്ഞതാണെന്ന് പറഞ്ഞു. പച്ചക്കറി അരിഞ്ഞപ്പോൾ മുറിഞ്ഞതാണെങ്കിൽ എന്തിനാ ഇത്രയും വലിയ കെട്ട്, അതൊരു ആക്സിഡൻ്റ് ആയതുപോലെ എന്താണെന്ന് ചോദിച്ചപ്പോൾ, ഈശ്വരോ ഇത് വേറൊരു ആക്സിഡൻറ്റ് ഉണ്ടാകാതിരിക്കാനാണ് ഞാനിത് ചെയ്തത്, ഇപ്പോൾ പിടിക്കുമോ. അത് പിന്നെ ഏട്ടത്തി മുറിഞ്ഞപ്പോൾ കുറച്ച് ആഴത്തിൽ മുറിഞ്ഞ് കുറേ ബ്ലഡൊക്കെ പോയി, അതുകൊണ്ട് ഞാൻ ഇച്ചിരി കട്ടിക്ക് കെട്ടിയത് വെച്ചിരിക്കുന്നതാണെന്നൊക്കെ പറഞ്ഞു. അതുകൊണ്ട് എനിക്കിനി അടുക്കളയിലൊന്നും ചെയ്യാനായിട്ട് പറ്റില്ല എന്നും പറഞ്ഞുകൊണ്ട് ജാനകി ഇങ്ങനെ പറയാം. അപ്പോഴേക്കും നമ്മുടെ നയനെ അവിടെ നിന്ന് ഇതൊക്കെ കേട്ട് ചിരിക്കും കേട്ടോ. അപ്പോഴേക്കും ദേവയാനി നയനയുടെ നേരെ തുറച്ചൊന്ന് നോക്കി. എന്തായാലും നയന ഉണ്ടാക്കി കൊടുക്കുന്ന ഭക്ഷണം കഴിക്കാതിരിക്കാൻ ഒരു നിവൃത്തിയില്ല. ഇവരാരും പിന്നെ അടുക്കളയിൽ കയറില്ലല്ലോ, കയ്യിൽ മുളക് പൊടി പറ്റും, അതുകൊണ്ട് ഇവരാരും കയറില്ല. അപ്പോൾ നയന തന്നെ എല്ലാം ഉണ്ടാക്കണം. അങ്ങനെ ഫുഡൊക്കെ ഉണ്ടാക്കി നമ്മുടെ നയന ടേബിളിൽ കൊണ്ടുവച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ജയനും അച്ഛനും അമ്മയും എല്ലാവരും ഫുഡ് കഴിക്കാനായിട്ട് വന്നു. എല്ലാവരും വന്ന് ഫുഡ് കഴിക്കാനിരിക്കുമ്പോൾ നമ്മുടെ നയന ഇങ്ങനെ അവിടെ നിൽക്കുക. അപ്പോൾ നയന മോളോട് ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ജയൻ ചോദിക്കും എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിന്ന് കാണിക്കുക നയന. എന്തു പറ്റി, എന്താ മോക്ക് പറ്റിയെന്ന് ചോദിച്ചപ്പോൾ അത് പിന്നെ മൗനവ്രതത്തിലാണോ എന്ന് ചോദിച്ചു. അപ്പോൾ അമ്മ പറഞ്ഞു, അത് മൗനവ്രതമല്ല, അത് അമ്മവ്രതമാണെന്ന് പറഞ്ഞു. അമ്മവ്രതമോ, അതെന്താ, അങ്ങനെ ഒരു വ്രതത്തെപ്പറ്റി ഞാൻ കേട്ടിട്ടില്ലല്ലോ എന്ന് ജയൻ പറഞ്ഞപ്പോൾ, അത് വേറെ എവിടെയില്ല, അതിവിടെ ഉള്ളൂ എന്ന് പറയാം. അപ്പോൾ അമ്മ എന്തൊക്കെയാ ഈ പറയുന്നതെന്ന് ഈ ദേവയാനി കയറി ചോദിച്ചു. കാരണം ജയൻ അറിഞ്ഞ പ്രശ്നമാകുമെന്നുള്ള കാര്യം ദേവയാനിക്ക് അറിയാം. അതുകൊണ്ട് അപ്പോൾ നീ മിണ്ടാതിരിക്കാൻ പറഞ്ഞു ദേവയാനിയോട്. ഇന്നിവിടെ സംഭവിച്ച കാര്യങ്ങൾ എന്താണെന്ന് അറിയാമോ എന്നൊക്കെ ചോദിച്ചാൽ അമ്മ എല്ലാ കാര്യങ്ങളും ജയനോട് അങ്ങ് പറയാം. അപ്പം നയനയോട് മിണ്ടാതിരിക്കാൻ പറഞ്ഞ കാര്യങ്ങളും തൊട്ട്. അപ്പോഴേക്കും ആദർശ് പറഞ്ഞു, മുത്തശ്ശി എന്തിനീ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പം നീ മിണ്ടാതിരിക്കടാ,
അമ്മയ്ക്കൊരു വിഷമം വന്നപ്പോൾ അല്ലെങ്കിൽ അമ്മയെ ആരോ എന്തോ പറഞ്ഞപ്പോഴേക്കും നീ അമ്മയുടെ മാനം രക്ഷിക്കാനായിട്ട് പറഞ്ഞെത്തിയല്ലോ. അതിനു വേണ്ടിയിട്ട് അമ്മയുടെ മാനം രക്ഷിക്കാൻ കഴിവുള്ളവൻ താലി കെട്ടിയ പെണ്ണിനോട് കാണിച്ച ക്രൂരത എന്താ? മഴയത്ത് കൊണ്ടുവന്ന് നിർത്തി അവളോട് എന്താ നീ ചെയ്തത്? അങ്ങനെയുള്ള നിനക്ക് ഇവിടെ ന്യായം പറയാൻ എന്ത് യോഗ്യതയാണുള്ളത്? ഞാൻ പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞു തീരുന്നത് വരെ ഇവിടെ ആരും ഒരു തുള്ളി ഭക്ഷണം പോലും കഴിച്ചു പോയേക്കരുതെന്നും മുത്തശ്ശി പറഞ്ഞു. അമ്മ എന്തൊക്കെ ഈ പറയുന്നത്, എനിക്കൊന്നും മനസ്സിലാകുന്നില്ലല്ലോ എന്ന് ജയൻ പറഞ്ഞപ്പോൾ അമ്മ അവിടെ നടന്ന കാര്യങ്ങൾ മുഴുവൻ പറയുക. നയനമോള് തെറ്റ് ചെയ്തു എന്ന് ദേവയാനി പറയുന്നു. നയനമോള് ചെയ്ത തെറ്റിന് ആരും കൊടുക്കാത്ത ശിക്ഷയാണ് നയനമോൾക്ക് കൊടുത്തത്. ആ ശിക്ഷയെല്ലാം അനുഭവിച്ച് കയറി വന്ന നയനമോളോട് വീണ്ടും വീണ്ടും എന്തിനാണ് ഇതുപോലുള്ള ക്രൂരതകൾ കാണിക്കുന്നത്, അല്ലെങ്കിൽ ഇതുപോലുള്ള മര്യാദകേടുകൾ കാണിക്കുന്നത് എന്നിങ്ങനെ ചോദിക്കുകയാണ് അമ്മ. അപ്പം മര്യാദകേട് എന്താണെന്ന് ചോദിച്ചു. അപ്പോഴേക്കും ജയനോടും അതുപോലെ തന്നെ മുത്തശ്ശനോടും ഒക്കെ ആയിട്ട് മുത്തശ്ശി ഇതെല്ലാം പറഞ്ഞു. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ നമ്മുടെ ദേവയാനി പറഞ്ഞു, ഞാൻ ഒരിക്കലും അവളോട് വ്യക്തിപരമായി പക തീർക്കാനല്ല, അവൾക്ക് ഈ വീട്ടിലുണ്ടായ പ്രശ്നങ്ങളെല്ലാം അറിയാം, എന്ത് പ്രശ്നത്തിൻ്റെ പേരിലാണ് ഇതെല്ലാം സംഭവിച്ചതെന്നും അറിയാം. വീണ്ടും വീണ്ടും ആ പ്രശ്നങ്ങൾ തന്നെ അവൾ ആവർത്തിക്കുമ്പോൾ അവൾക്ക് എന്നോട് യാതൊരു മര്യാദയും ബഹുമാനവും ഇല്ലെന്നല്ലേ അതിൽ കണക്കാക്കേണ്ടതെന്ന് ചോദിച്ചുകൊണ്ട് ദേവയാനി വലിയ ന്യായം പറഞ്ഞപ്പോൾ മുത്തശ്ശൻ പറഞ്ഞു, ദേവയാനി നീ ആ പറഞ്ഞത് 100% തെറ്റാണ്. ഒരു പെൺകുട്ടി വിവാഹം കഴിഞ്ഞ് ഭർത്താവിൻ്റെ വീട്ടിലേക്ക് വന്നു ആ വീട്ടിലെ കാര്യങ്ങളെല്ലാം നോക്കി അവരുടെ ജീവിതത്തിൽ അവരുടെ കാര്യങ്ങളെല്ലാം നോക്കി ജീവിക്കുമ്പോൾ സ്വന്തം വീട്ടിലൊരു പ്രശ്നം ഉണ്ടായി അല്ലെങ്കിൽ സ്വന്തം വീട്ടിലൊരു കാര്യം നടക്കുമ്പോൾ ആ വീട്ടിലെ പ്രശ്നങ്ങളിൽ നിന്ന് ഒളിച്ചോടുക, ആ അച്ഛനെയും അമ്മയെയും തള്ളിക്കളയുക എന്നുള്ളത് ഏത് മകൾക്കാണ് ചെയ്യാൻ പറ്റുന്നത്? ഒരച്ഛനെയും അമ്മയെയും തള്ളിപ്പറയാൻ ഒരു പെൺമക്കൾക്കും കഴിയില്ല. അങ്ങനെ ചെയ്യുന്നത് എത്ര വലിയ തെറ്റാണെന്ന് നിനക്കറിയാമോ? അവളുടെ വീട്ടിൽ പോയതും അവളുടെ അച്ഛനെയും അമ്മയെയും സഹായിക്കുന്നത് എങ്ങനെ ഒരു തെറ്റാകും എന്ന് ചോദിച്ചു. വിവാഹം കഴിഞ്ഞ് അവൾ വരുന്നത് വരെ അവൾ ജീവിച്ച അവളുടെ പെറ്റമ്മയും അച്ഛനുമാണ് ആ വീട്ടിലുള്ളത്. അവരെ അവൾക്ക് എന്നേക്കുമായി തള്ളിക്കളയാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ച് കുറേ കാര്യങ്ങൾ നമ്മുടെ മുത്തശ്ശൻ ദേവയാനിയോട് അങ്ങ് പറഞ്ഞു. അത് കേട്ട് കഴിയുമ്പോൾ ദേവയാനി ഇങ്ങനെ മിണ്ടാട്ടം മുട്ടി അങ്ങനെ ഇരിക്കുക. കാരണം ഒന്നും മിണ്ടാനില്ല. മുത്തശ്ശൻ ചോദിച്ചത് ന്യായമായ കാര്യമല്ലേ. അപ്പോൾ പിന്നെ ദേവയാനി അതങ്ങനെ ഒന്നും മിണ്ടാട്ടം ഇല്ലാണ്ട് അവിടെ ഇരിക്കുന്നു. ഈ സമയത്ത് നമ്മുടെ ജയൻ അവിടെ അവസാന തീരുമാനം എടുക്കുകയാണ്. നയനമോളോട് ഇന്നു മുതൽ ഇവിടെ എല്ലാവരും സംസാരിക്കണം, നീ അടക്കം എല്ലാവരും സംസാരിച്ചിരിക്കണം. നയനയോട് ഇനി ആരും ഒരു രീതിയിലുമുള്ള പ്രവൃത്തിദോഷങ്ങൾ കാണിക്കാൻ പാടില്ലെന്നുള്ളത്. അങ്ങനെ എവിടെയൊക്കെ ദേവയാനി പരിപാടി അവതരിപ്പിച്ചാലും അതെല്ലാം പൊളിച്ചെടുക്കാനായിട്ട് ബാക്കിയുള്ളവരുണ്ട്. അതുകൊണ്ട് ഇന്ന് തൊട്ട് ഇനി നയനയോട് ആർക്കും മൗനവ്രതം ഇല്ല. അങ്ങനെ ഒരു സംഭവം അവിടെ നടന്നു. ഈ സമയത്ത് അവിടെ വീട്ടിൽ കനകവും അതുപോലെ തന്നെ ഗോവിന്ദേട്ടനും കൂടെ ചേർന്ന് അനി വിളിച്ചു പറഞ്ഞ കാര്യങ്ങൾ വെച്ച് നവ്യയെ കാണാനും നവ്യയ്ക്ക് കുറച്ച് ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന കാര്യമൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മൾ കൊടുക്കുന്നതിനേക്കാളും നല്ല ഫുഡ് അവിടെ കിട്ടും. പിന്നെ നമ്മൾ കൊണ്ട് ചെല്ലുന്നതുമായിട്ട് നമ്മുടെ മോൾക്ക് ഒരിക്കലും ഇഷ്ടപ്പെടണമെന്നില്ല, അവൾ പുച്ഛിക്കുകയുള്ളൂ. പിന്നെ അതിൻ്റെ പരിപാടിക്കൊന്നും പോവേണ്ട കാര്യമില്ലെന്നും പറഞ്ഞുകൊണ്ട് ജയൻ ഗോവിന്ദേട്ടൻ ഇങ്ങനെ കനകത്തിനോട് പറയുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു സിറ്റുവേഷനും കാര്യങ്ങളും ഒക്കെ കൂട്ടിയിണക്കിക്കൊണ്ടാണ് ഇന്നത്തെ നമ്മുടെ കഥ വരുന്നത്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരുടെ സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു. സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. സീ യു അഗൈൻ. ടേക്ക് കെയർ. ബൈ ബൈ.